10-20 വർഷം കൊണ്ട് അലക്സ് ഓരോ ചാരിറ്റിയുടെ പുറകെ നടക്കുന്ന ഒരു വ്യക്തിയാണ്. ചിലപ്പോൾ 2-3 ബുക്കുള്ള ഒരു ബാഗുള്ള അതല്ല. ഇതിപ്പോ ഈ ബുക്ക് കഴിയുന്നവർക്ക് ഇവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ബുക്ക് തീരുന്നു. അക്ഷരസ്പർശം 2026 CSE മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗം ഡോക്ടർ ആൻഡോ ജോർജ് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു. സ്നേഹക്കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നിങ്ങളോട് സംസാരിക്കാൻ കിട്ടിയ ഒരു അവസരമായിട്ടാണ്. അതുപോലെ കുഞ്ഞുങ്ങൾ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്കൊരു പെൻസിലിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഒരുപാട് തെരഞ്ഞു നടക്കുന്ന ഗാന്ധി ദർശൻ യുവജനവേദി പ്രവാസി അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന പഠനോപകരണ വിതരണം ആകർഷണവും സന്തോഷകരമായി നടത്തി. 250-ൽ പരം കുട്ടികൾക്ക് പഠനോപകരണം നൽകുന്നതിന് യുവജന സംസ്ഥാന പ്രസിഡന്റ് അലക്സിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ സ്റ്റേജും മറ്റുള്ള ചെലവുകളും ഒഴിവാക്കി ആ പണം കൂടുതൽ കുട്ടികൾക്ക് പഠനോപകരണം വാങ്ങാനായി ഉപയോഗിച്ച അലക്സും ടീമും മാതൃകയായി. വരും ദിവസങ്ങളിൽ കാരുണ്യ സ്പർശവും സുമനസ്സുകളുടെ സഹായത്തോടെ 1000 കുട്ടികളിൽ എത്തിക്കും. അതൊരു വലിയൊരു മിറാക്കിളാണ് ശരിക്കും പറഞ്ഞാൽ. അതൊരാളിൽ തോന്നുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ കള്ളിക്കാട് പഞ്ചായത്തിലെ കണ്ടംതിട്ട ആലുംപാറയിൽ വെച്ച് നടന്ന ചടങ്ങിൽ കേരള പ്രവാസി അസോസിയേഷന്റെ പ്രസിഡന്റ് സന്തോഷ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഫെലോഷിപ്പിന്റെ ഡയറക്ടർ പ്രിയപ്പെട്ട രാജേഷ്, പ്രിയപ്പെട്ട ശോഭ സിസ്റ്റർ, ഇതുപോലുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഇനിയും സഹകരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ ലാസ്റ്റ് നടത്തിയ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മുടെ നേരത്തെ തന്നെ അമ്മച്ചിക്ക് വെച്ചു കൊടുത്ത വീടാണ് പോയിരിക്കുന്നത്. ഒരുപാട് സംഘടനകൾ ഇങ്ങനെ ഈ പ്രോഗ്രാമുകൾ നടത്താറുണ്ട്. പക്ഷെ എങ്കിൽ തന്നെയും ഒരു കണ്ടിന്യൂഷൻ അതിൽ നിന്ന് കിട്ടാറില്ലെന്നുള്ളതാണ്. നമ്മുടെ കേരള പ്രവാസി അസോസിയേഷനും ഗാന്ധി ദർശൻ യുവജന വേദിയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ് ഞാൻ. അപ്പോൾ അത് നമ്മളെല്ലാം സംഘടിപ്പിച്ച് തന്നെയാണ് ഈ പരിപാടി സംയുക്തമായിട്ട് ചെയ്യുന്നത്. കാര്യം സ്കൂൾ ഓപ്പൺ ആയതിനു ശേഷം പഠനത്തിനൊരു കൈത്താങ്ങായി കുറച്ച് പഠനോപകരണങ്ങളുമായി ഗാന്ധി ദർശൻ യുവജനവേദിയുടെയും KPയുടെയും നേതൃത്വത്തിലെ ഭാരവാഹികൾ നമ്മുടെ വീട്ടകങ്ങളിലേക്ക് വന്ന് കൂട്ടുകാരെ നേരിട്ട് കണ്ട് അവരുടെ കൈകളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹ്യൂമൻ റൈറ്റ്സിന്റെ ദേശീയ പ്രസിഡന്റ് പ്രിയപ്പെട്ട ഷാജി 2 വാക്ക് സംസാരിച്ചു. ഒരു മാസത്തിന് മുന്നേ ഒരു കല്യാണം, കള്ളിക്കാട് ഒരു കല്യാണത്തിന് വേണ്ടി അവിടുത്തെ മറ്റ് ഫുഡ് ഐറ്റങ്ങൾ വാങ്ങി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള വളരെ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കുന്നതിന് വേണ്ടി അദ്ദേഹം എന്നെ വിളിക്കുകയുണ്ടായി. HRFന്റെ നേതൃത്വത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞതനുസരിച്ചുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തു കൊടുക്കാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ വളരെ ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹത്തിലൂടെ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതിന് യാതൊരു സംശയമില്ല. നല്ലൊരു മനുഷ്യ സ്നേഹിയാണ്. മറ്റുള്ളവരെ കരുതുന്നതിന് വേണ്ടി മറ്റുള്ള ആൾക്കാരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഇതേപോലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാനായിട്ട് അദ്ദേഹത്തിന് വളരെ നല്ല പ്രാവീണ്യമുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. സീരിയൽ ആർട്ടിസ്റ്റ് പ്രിയപ്പെട്ട രമേശ് ചേട്ടൻ. നമസ്കാരം. കേരള പ്രവാസി അസോസിയേഷനും പിന്നെ ഗാന്ധി ദർശൻ യുവജനവേദിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ ഒരു പരിപാടി, കാരണം ഒരു സ്റ്റേജില്ല, ഒരു മൈക്കില്ല, ഒന്നുമില്ലെങ്കിൽ ആ പൈസ മുഴുവൻ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് അവരവരുടെ വീടുകൾ സാധനം എത്തിക്കുക എന്നുള്ളത് എൻ്റെ അറിവിൽ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു സംഭവമാണ്. അതിന് അലക്സിന് എത്ര പറഞ്ഞാലും മതിയാവില്ല. അവരുടെ ലക്ഷ്യം അക്ഷരസ്പർശം 2026 1000 കുട്ടികൾക്ക് പഠനോപകരണം വീടുകളിൽ എത്തിക്കുക എന്ന ലക്ഷ്യം മാത്രം. കൂലിവേല ചെയ്ത് ജീവിക്കുന്ന മാതാപിതാക്കൾക്ക് ആശ്വാസം തന്നെയാണ്. പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ അരികിൽ പഠന മെറ്റീരിയൽസ് എത്തിക്കുക എന്നത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. കുഞ്ഞുങ്ങളുടെ മുഖം പ്രകാശിക്കും, കൊടുക്കുന്നവരുടെ മുഖത്തും സന്തോഷം, എല്ലാവർക്കും ഒരുപാട് സന്തോഷം, സമൂഹത്തിന് സന്തോഷം. എല്ലാവരും നല്ല അനുഗ്രഹമായിട്ട് പഠിച്ച് കുഞ്ഞുങ്ങൾ ദേശത്തിന് ഒരു നല്ല കുഞ്ഞുങ്ങളായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പ്രവർത്തനം നിർവഹിക്കുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി 15 വർഷമായി സഹായഹസ്തവുമായി ജനങ്ങളുടെ അരികിലേക്ക് ഓടിയെത്തി അവർക്കൊപ്പം തോളോട് നിൽക്കുന്ന സാമൂഹ്യ പ്രവർത്തകനും ഗാന്ധി ദർശൻ യുവജന സംസ്ഥാന പ്രസിഡന്റുമായ അലക്സ് ജെയിംസിന്റെ നേതൃത്വത്തിൽ ഈ ചടങ്ങിന് വേണ്ടി ആവശ്യമായ സഹായങ്ങൾ എത്തിച്ചവർക്ക് ആശംസകൾ നേർന്നു. കറുത്തവർണ്ണ കുരുവിയെ നീ പറന്നു പറന്നു തളർന്നു പോവുകയോ, ഉല്ലാസമായി പറന്നിടുന്നി സന്തോഷമായി പറന്നിടുന്നി എന്റെ ദൈവം കൂടെയുണ്ടല്ലോ. ഉല്ലാസമായി പറന്നിടുന്നി സന്തോഷമായി പറന്നിടുന്നി എന്റെ ദൈവം കൂടെയുണ്ടല്ലോ. നമ്മുടെ സുഭാഷ് എല്ലാവർക്കും നമസ്കാരം. ഇവിടെ എല്ലാവരും വിളിച്ചു വരുത്തിയിട്ട് അലക്സിനെ അങ്ങ് പൊക്കി പറയുകയല്ലേ. അപ്പൊ ഞാൻ 2 കുറ്റം പറഞ്ഞാലോ? ഞാൻ കുറ്റം മാത്രമേ പറയത്തുള്ളൂ. സുമേഷ് കോട്ടൂർ എന്നാണ് പേരെങ്കിലും എൻ്റെ ജന്മനാട് കണ്ടംതിട്ടയാണ്.
അപ്പൊ ഈ ഭാഗമെല്ലാം എനിക്ക് കാണാപ്പാടമാണ്. ഇവിടെ ഒരു ലൈസ അമ്മൂമ്മ താമസിച്ചിട്ടില്ലേ പണ്ട്? അല്ലേ? ഈ ഭാഗത്ത് എവിടെയാണ്? അപ്പൊ ഈ ഒരേ പോയിന്റ് എനിക്ക് അറിയാന്നുള്ളത്. ഞാൻ കണ്ണതിട്ട് ജനിച്ചു വളർന്നതാണ്. അപ്പോൾ ഞാൻ പറയാൻ കാര്യം, അലക്സ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സമൂഹത്തിൽ നിന്ന് പല സ്ഥലത്തു നിന്നും ക്രോഡീകരിക്കുക എന്നുള്ളത് അത് വലിയൊരു കഴിവാണ്. അപ്പോൾ ഇഷ്ടംപോലെ അതിനെതിരെ പരാതിയും കേട്ടിട്ടുണ്ട് അല്ലേ? പരാതിയും പരിഭവവും എല്ലാം കേട്ടിട്ടുണ്ട്. അതൊന്നും വകവയ്ക്കാതെ നമുക്കൊരു ലക്ഷ്യം മുമ്പിലുണ്ടെങ്കിൽ അത് ലെഫ്റ്റ് റൈറ്റ് നോക്കണ്ട. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിരുന്നാലും അവിടെ രാഷ്ട്രീയമോ മതമോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മളെ പ്രവർത്തനം മുമ്പിലോട്ട് തന്നെ പോവുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവിധ ആശംസകളും. ഈ ഒരു വേദി എന്ന് പറയുന്നത് വളരെ അഭിമാനകരമായ ഒരു വേദിയാണ്. കാരണം നമ്മളിന്ന് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ കിട്ടുന്നതിനേക്കാളും ആത്മനിർവൃതി കിട്ടുന്ന, കാരണം പ്രത്യേകിച്ച് ലാഭേച്ഛയില്ലാതെ അവരുടെ ജീവിതത്തിൽ നിന്ന് കുറച്ച് സമയം മാറ്റിവെച്ച് നമ്മുടെ സാമൂഹിക പ്രവർത്തനം നടത്തുന്ന കുറേ നേതാക്കളൊപ്പം ഇവിടെ നിൽക്കാൻ പറ്റുന്നത് തന്നെ വളരെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. മാധ്യമപ്രവർത്തനത്തിന് ഡോക്ടറേറ്റ് നേടിയ നന്ദകുമാറിനെ ആദരിച്ച ചടങ്ങ് ആകർഷണീയമാക്കി. മാതാപിതാക്കൾ നൽകിയ പോക്കറ്റ് മണി സൂക്ഷിച്ച് ബുക്കുകൾ കളക്ട് ചെയ്ത് നൽകിയ കുട്ടികളെ ആദരിച്ചത് മറ്റുള്ളവർക്ക് പ്രചോദനമാണ്. കൂടാതെ SSLCക്കും +2നും വിജയിച്ച കുട്ടികളെ ആദരിക്കുകയും ചെയ്തു. കൂടാതെ കോട്ടൂർ ഗീതാഞ്ജലി സെക്രട്ടറി ജയകുമാർ, കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് മെമ്പർ കിരൺ, സുമേഷ് കോട്ടൂർ, ഡോക്ടർ ഫിലിപ്പ്, ശോഭ രാജേഷ്, ഷാജി പെരിങ്ങടവിള, നടനും രചയിതാവും സംവിധായകനുമായ രാജേഷ് പള്ളിച്ചൽ, സുരേഷ് തേക്കുപാറ, കേരള പ്രവാസി അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് പ്രിയ തുടങ്ങിയവർ ഈ ചടങ്ങിലെത്തിയവരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയുണ്ടായി.